കുറച്ച് ചെറുപ്പക്കാർ അവരുടെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റും അവരുടെ കയ്യിലുള്ള ഒരു എക്യുപ്മെന്റ്സ് വെച്ചിട്ട് സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് ഹെൽപ്പർ ബോയ്സ് ഓഫ് മലേഗാവിന്റെ കഥ. ഇത് സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷെ ഇതിലെ ആ ഒരു കാസ്റ്റിങ്ങും ആ ഒരു വിഷ്വലൊക്കെ കൊണ്ട് ഈ സിനിമനെ നല്ലൊരു സിനിമയാക്കി മാറ്റുന്നുണ്ട്. ഈ സിനിമയിലെ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും നാച്ചുറൽ ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അവരെ അഭിനയിക്കുകയെന്ന് തോന്നുന്നില്ല, അത്രക്കും നാച്ചുറൽ ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇതിലത്തെ ആ ഒരു വിഷ്വൽ സൈഡ് കിടിലനായിരുന്നു. ഇതിൽ ആ ഒരു ഫസ്റ്റ് ഷോട്ട് തുടങ്ങി സിനിമയിൽ ഒരുപാട് കിടിലൻ ഷോട്ടുകളുണ്ട്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആ ഒരു ബിഗിനിങ് ഷോട്ടാണ്. അതൊരു കിടിലൻ ഷോട്ടായിരുന്നു. രണ്ട് മലക്കടയിലൂടെ സൂര്യൻ ഇങ്ങനെ ഉയർന്നു വന്ന ആ ഷോട്ട് അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ സിനിമയുടെ ഉള്ളിലോട്ട് അങ്ങ് കയറ്റി വിടുക നമ്മളാ. പിന്നീട് അങ്ങോട്ട് വന്ന വിഷ്വൽസ് ഒക്കെ മാലേഗാവ് എന്ന് പറയുന്ന ആ ഒരു വില്ലേജിന്റെ ആ ഒരു പ്രതിരമണീയത, അവിടുത്തെ ആൾക്കാരെയൊക്കെ നന്നായിട്ട് പോർട്രേ ചെയ്യാനായിട്ട് ഡയറക്ടറിന് പറ്റി. എനിക്ക് ഈ സിനിമ വളരെയധികം വർക്കാവാൻ കാരണം ഇതിലത്തെ ആ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടറാണ്. ഈ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സിനിമയിൽ പറയണ പോലെ സിനിമ കാണാൻ പറ്റുന്നവര് അവരെ തന്നെ സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ സിനിമയിലെ ഇമോഷണലി കണക്ട് ആകാനായിട്ടുള്ളൊരു കാരണം. നമ്മ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ അതിലൂടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ അറിയാണ്ട് തന്നെ കണ്ണുനീരൊക്കെ വരും കണ്ണീരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഒരു വട്ടം കാണേണ്ട ഒരു സിനിമയാണ്.